ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കൊത്തിയരിഞ്ഞ ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ? വരൂ, കിച്ചണിലേക്ക് പോവാം. കൊത്തിയരിഞ്ഞ ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ബീട്രൂട്ട് 4 എണ്ണം, വെളുത്തുള്ളി 3 എണ്ണം, പച്ചമുളക് 3 എണ്ണം, ചെറിയുള്ളി 5 എണ്ണം, വറ്റൽമുളക് 2 എണ്ണം, തേങ്ങ ചതച്ചത് 1/2 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ. ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി കൊത്തിയരിഞ്ഞ് വയ്ക്കുക. ഒരു പാത്രത്തിൽ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് മാറ്റിവെക്കുക. അടുപ്പിൽ ചട്ടി വെച്ച് സ്റ്റൗ കത്തിക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്ത് വഴറ്റി കറിവേപ്പിലയും വറ്റൽമുളകും കൂടി അതിലേക്കിട്ട് ചതച്ച പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റുക. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ച് മൂടിയതിനു ശേഷം 2 മിനിറ്റ് ആവി കയറ്റുക. മൂടി തുറന്നതിന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വിതറി യോജിപ്പിച്ച് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് വാങ്ങുക. ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിന്റെ സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്നു. ബിപിയെ കൺട്രോളിലാക്കാനും പലതരം രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തു പരിപാലിപ്പിക്കുന്നു. ബീട്രൂട്ട് പച്ചടി, ബീട്രൂട്ട് സാലഡ്, ബീട്രൂട്ട് ജ്യൂസ്, ബീട്രൂട്ട് വൈൻ, ബീട്രൂട്ട് കേക്ക് എന്നിങ്ങനെ പലതരം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ദിവസവും ബീട്രൂട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ട്രൈ ചെയ്യുവിൻ. കമന്റ്സ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായി മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്